തൊഴിലാളികളെ കരുവാക്കിക്കൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് അവിടെ നടക്കുന്നത്. ഇത് ജനങ്ങളും തിരിച്ചറിയണം, ആശാ വർക്കർമാരും തിരിച്ചറിയണം. എനിക്ക് പറയാനുള്ളത്, അത്തരം സമരത്തിൽ അകപ്പെട്ട കുറച്ച് ആശാ വർക്കർമാരുണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് സമരത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്ന സുഖം ഒരു സ്റ്റേറ്റിലും ഇല്ല. ഈ സുഖം ഉണ്ടാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റാണ്. അതുകൊണ്ട് നമ്മൾ സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തിന് മുൻപിലാണ്. ഇന്നലെ മുതൽ സംസ്ഥാനത്തെമ്പാടും പ്രാദേശിക നേതാക്കൾ, CITUവിന്റെ നേതാക്കൾ ആശാവർക്കർമാരുടെ വീടുകളിൽ കയറി നിങ്ങൾ ഈ സമരത്തിൽ പോകരുതെന്നും ഞങ്ങൾക്ക് ജോലി വാങ്ങിത്തന്ന നിങ്ങളാണെന്നും അതുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് എത്രയും വേഗം ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ആശമാരുടെ സമരം സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്നു. ഒരു ഇടതുപക്ഷ സംവിധാനം കൈകാര്യം ചെയ്യേണ്ട രീതിയിലാണോ സർക്കാർ ഈ സമരത്തെ കാണുന്നത്? പാട്ടപ്പിരിവുകാരെന്നും ഈർക്കിൽ പാർട്ടിക്കാരെന്നും ഒരു അടിസ്ഥാനവർഗ സമരത്തെ അധിക്ഷേപിക്കുന്നത് ശരിയാണോ? സംസ്ഥാനത്തെ ആശാ വർക്കർമാരിൽ 7% ആളുകൾ മാത്രമാണ് സമരരംഗത്തെന്ന ആരോഗ്യമന്ത്രിയുടെ വാദം ശരിയാണോ? ബദൽ സമരമാർഗം സ്വീകരിച്ച് ആശാ സമരത്തെ അടിച്ചമർത്താനുള്ള സർക്കാർ ശ്രമം വിജയം കാണുമോ? ആശമാരെ ആശ്വസിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുമില്ലേ? ആശമാരുടെ സമരത്തിൽ ആരാണ് ശരി? ഈ വിഷയമാണ് ചർച്ച ചെയ്തതിനോടൊപ്പം ശ്രീ സുനിൽകുമാർ, CITUവിന്റെ ജോയിന്റ് സെക്രട്ടറി, ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീമതി ശാന്തമ്മ, സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാരുടെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് സ്റ്റുഡിയോയിനോടൊപ്പം ശ്രീ M ഷാജർ ഖാനുണ്ട്. ജനകീയ പ്രതിരോധ സമിതിയുടെ പ്രതിനിധിയായി ശ്രീ VP ശ്രീപത്മനാഭൻ, BJP നേതാവും ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ ശാന്തമ്മ, ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, നിങ്ങൾക്ക് ഒരു ഓണറേറിയം കൂടി, ജനുവരിയിലെ ഓണറേറിയം കൂടി സർക്കാർ അനുവദിച്ചു. ഇതനുസരിച്ച് ഏതാണ്ട് ഈ 3 മാസത്തെയും കുടിശ്ശിക തീർത്തു, ഇൻസെൻറ്റീവിലെ കുടിശ്ശികയും തീർത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഈ സമരം തുടങ്ങിയതിന് ശേഷം 15-ാം ദിവസം മുതലാണ് ഈ ഓണറേറിയം കൊടുത്തു തുടങ്ങിയത് എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇത് സമരത്തിൻ്റെ വിജയമായി മാത്രം കാണുന്നോ? സമരം അവസാനിപ്പിക്കാനുള്ള ഒരു കാരണമായി ഇതിനെ കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞങ്ങൾക്ക് ഓണറേറിയം മുഴുവൻ കിട്ടിയെന്നും പറഞ്ഞ്, ഓണറേറിയം ഇൻസെൻറ്റീവ് കിട്ടിയെന്നും പറഞ്ഞ് ഞങ്ങൾ ഈ സമരം വിട്ടു പോകുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന മാനദണ്ഡങ്ങളെല്ലാം അനുവദിച്ചല്ലാതെ ഞങ്ങൾ ഈ സമരഭൂമിയിൽ നിന്ന് മാറത്തില്ല. ഈ ഓണറേറിയം കിട്ടിയെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് തൃപ്തിയൊന്നുമില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്ന 21,000 രൂപ ശമ്പളവും പെൻഷനും, പിരിഞ്ഞു പോകുമ്പോൾ 62 വയസ്സ് പിരിച്ചു വിടുമ്പോൾ 5 ലക്ഷം രൂപയും ഞങ്ങൾക്ക് കിട്ടണം. അതല്ലാതെ ഞങ്ങളുടെ ഇവിടെ ഈർക്കൽ പാർട്ടിയൊന്നുമല്ല. ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസാണ് ഇവിടെ ഇരിക്കുന്നത്. ലേഡീസ് ഒരു കാരണവശാലും ഭയപ്പെടത്തില്ല. ഈ സർക്കാർ ഞങ്ങളുടെ നേരെ എന്തെല്ലാം പ്രതികൂലങ്ങൾ കൊണ്ടുവന്നാലും ഞങ്ങൾ ഒരു ചുവട് പുറകോട്ട് പോകത്തില്ല, മുൻപോട്ട് തന്നെ പോകും. ഞങ്ങൾ ഇവിടെ ഈ വെയിലത്ത്, അതിഭയങ്കര വെയിലത്ത് എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ സംഘടന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഞങ്ങളുടെ കിടക്കിക്ക് വെള്ളം കൊണ്ട് തരുന്നുണ്ട്, ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കഞ്ഞി തരുന്നുണ്ട്, അതുപോലെ വൈകിട്ട് ഞങ്ങൾക്ക് ചായ തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അവരാണ് ഇവിടെ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഞങ്ങൾ ആശമാർ അവരുടെ കൂടെ നിന്നുകൊണ്ട് സർവ്വ കാര്യങ്ങൾക്കും ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങളുടെ ഈ സമരം വിജയിപ്പിക്കണമെങ്കിൽ ഗവൺമെൻറ് ഞങ്ങൾക്ക് തരാനുള്ള ആനുകൂല്യങ്ങൾ തരാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഈ സമരഭൂമിയിൽ കിടന്ന് ഞങ്ങളുടെ സ്ത്രീകൾ മരിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഒരു ശകലം പോലും പുറകോട്ടില്ല. സർക്കാർ ഞങ്ങൾക്ക് എന്തെല്ലാം ഭീഷണി മുടക്കി ഞങ്ങളോട് പറയുന്നത് ഫീൽഡിൽ പോകണം, വർക്ക് ചെയ്യണം, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോകണം, വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്, ഭയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ പേടിയൊന്നും ഞങ്ങളുടെ സ്ത്രീകളുടെ അടുത്ത് നടക്കത്തില്ല. ഞങ്ങളാരും ഒരു ചോടും പുറകോട്ട് പോകത്തില്ല എന്ന് ഉറപ്പ് വരികയാണ്. ഇന്നിപ്പോൾ CITUവിന്റെ ഒരു ബദൽ സമരം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സമരമുണ്ടായിരുന്നു. സമരം എന്ന് വെച്ചാൽ അവരുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ഈ കാര്യങ്ങൾ വലിയ വലിയ പങ്കാളിത്തമൊക്കെ ഉണ്ടായിരുന്നു ആശാ വർക്കർമാരുടെ. വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യം, ഇപ്പോൾ കോഴിക്കോട്ടെ പ്രസംഗമാണ് ആദ്യം കേൾപ്പിച്ചത്. അതിൽ പറയുന്ന കാര്യം, കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം നടത്തേണ്ടത്. നിങ്ങളെ ചിലർ ടൂൾസ് ആക്കുകയാണ്, നിങ്ങളെ ചിലർ ഉപയോഗപ്പെടുത്തുകയാണ് സർക്കാരിനെതിരെ പട നയിക്കാൻ. അല്ലാതെ ഇത് വലിയ കാര്യമില്ല, നിങ്ങൾ സംസാരിക്കേണ്ട കേന്ദ്രത്തിനെതിരെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ബദൽ സമര മാർഗത്തിലേക്ക് കൂടി കടക്കുന്നുണ്ട്. അതെങ്ങനെ ബാധിക്കും ഈ സമരത്തെ?
ഞങ്ങളുടെ സമരത്തെ CITയുടെ സമരം ബാധിക്കത്തില്ല. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം തരാമെന്ന് സർക്കാരിന് ഉറപ്പുള്ളത് കൊണ്ട് അവർ സമരം ചെയ്ത് വിജയിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ് അവർ ബദൽ സമരം ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. അവർ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ സമരം വിജയിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ ഈ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചുകൊണ്ടേ പോവുകയുള്ളൂ. കേന്ദ്രത്തിലല്ല ഞങ്ങളിവിടെ കേരളത്തിലെ ആശമാർ ജോലി ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്ന ജോലി കേരള സർക്കാരിന് വേണ്ടി, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ ആശമാർ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ രാപകലില്ലാതെ ഫീൽഡുകളിൽ പോയി ഓരോ വീടാന്തരം ചെന്ന് പാലിയേറ്റീവ് കെയർ പേഷ്യൻറ്റിനെ കണ്ട് അവരെ പരിഹരിക്കുന്നു. കൊച്ചു കുട്ടികൾക്ക് ഇമ്മ്യൂണൈസേഷൻ പ്രതിരോധ കുത്തിവയ്പ്പുകൾക്ക് കുട്ടികളെ അയക്കാൻ വേണ്ടി അമ്മമാരുടെ അടുത്ത് പോയി പറഞ്ഞയക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ സർവേകൾ, ഞങ്ങൾക്ക് ഒരുപാട് സർവേകൾ ഇപ്പോൾ തന്നിരിക്കുകയാണ്. ആദ്യം വന്നത് ശൈലി സർവേ, രണ്ടാമത് വന്നത് അശ്വമേധം, പിന്നെ TB സർവേ. 100 ദിവസത്തെ ഒരു TBയുടെ പ്രോഗ്രാം ഇട്ട് തന്ന് അത് പകുതിയാകുന്നതിന് മുമ്പ് തന്നെ അടുത്ത സർവേ കയറി വന്ന് അതെന്തോ ശൈലി ചെയ്യണമെന്നും പറഞ്ഞ് ശൈലി ചെയ്ത് പകുതിയായപ്പം പറയുന്നത് അശ്വമേധം ചെയ്യണമെന്ന്. ഇതൊക്കെ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറേ? ഞങ്ങൾക്ക് ഫോണിന് അലവൻസ് എന്ന് പറഞ്ഞൊരു 200 രൂപ തരും. 200 രൂപയുടെ ജോലിയല്ല ഞങ്ങൾ ഈ ഫോണിൽ ചെയ്യുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും പുതിയ ഫോൺ ഈ സർക്കാർ ഞങ്ങൾക്ക് വാങ്ങിച്ച് തരണം. കാരണം ഞങ്ങൾ ഈ പഴയ അമ്മമാരാണ്, ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങൾക്ക് ഈ ഫോണുകളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിവില്ലാത്തവരാണ്. എങ്കിട്ട് പോലും ഞങ്ങളുടെ നല്ല ഫോൺ വാങ്ങിച്ച് തരണം. തന്ന് ഞങ്ങൾ ഈ സർവേയിൽ ഞങ്ങളെ നടത്തണം. പിന്നെ എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പായിട്ട് ഞങ്ങളുടെ ശമ്പളം, ഞങ്ങൾക്ക് ഓണറേറിയം വേണ്ട, ഞങ്ങൾക്ക് ശമ്പളമായിട്ട് തന്നെ വേണം. പിന്നെ ഞങ്ങളിവിടെ ഇരിക്കുന്നത് അതിനു വേണ്ടി തന്നെ ശമ്പളം, പെൻഷൻ, പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ. ഇത് ഞങ്ങൾക്ക് കിട്ടിയേ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഒരു തൊഴിലാളി സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിൽ ഈ സമരത്തെ കൈകാര്യം ചെയ്യേണ്ട രീതിയാണോ ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാനത്ത്? ഇതിനെ അടിച്ചമർത്തുക അല്ലെങ്കിൽ ബദൽ മാർഗം സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം ആശ്വാസകരമാണ്? അവരെ ചേർത്ത് നിർത്തുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അങ്ങനെയൊക്കെ അല്ലേ ഒരു സർക്കാർ സംവിധാനം ചെയ്യേണ്ടത്? തികച്ചും തൊഴിലാളികൾ നടത്തുന്ന ജനാധിപത്യപരമായ തൊഴിലവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സമരങ്ങളെയും പ്രധാനമായും CITയും ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവൺമെൻറ്റും അംഗീകരിക്കുക തന്നെ വേണം. അത് തന്നെയാണ് കേരളത്തിലെയും പൊതു സമീപനം എന്നാണ് CITയുടെ അഭിപ്രായം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിവസവും നടക്കുന്ന നിരവധി സമരങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് CITയുമാണ്. ജീവിക്കുന്ന ജീവിത തൊഴിൽ സാഹചര്യങ്ങളും അതതു കാലത്തെ വില വർധനവും ഈ വരുമാനവും ഒത്തുപോകാൻ കഴിയാതെ വരുമ്പോഴാണ് തൊഴിൽ മേഖലകളിൽ സ്വാഭാവികമായ സമരമുണ്ടാവുക. അത്തരം സമരങ്ങളെയെല്ലാം നല്ലതുപോലെ പിന്തുണയ്ക്കുന്ന സംഘടനയാണ് CIT. ഇവിടെ ഇതല്ല പ്രശ്നം. കേരളത്തിലെ ആശാവർക്കർമാർ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി തുടർച്ചയായി അവർ രാജ്യത്താകെ നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രക്ഷോഭം കേരളത്തിൽ നടക്കുകയാണ്. 2005 ആരംഭിച്ച പദ്ധതിയാണ് ആശാവർക്കർമാരുടേത്. 2006 കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പദ്ധതി വന്നുവെങ്കിലും 2006 VSൻ്റെ കാലത്താണ് ഈ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അന്ന് 300 രൂപ മാത്രം ഓണറേറിയം ഉണ്ടായിരുന്ന ഈ സംവിധാനം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം 5 വർഷം കൊണ്ട് 700 വർദ്ധിപ്പിച്ച് 1000 ആയിരുന്ന ഓണറേറിയം അവിടെ നിന്ന് 7000 രൂപയായി ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒന്നാം പിണറായി ഗവൺമെൻറ്റും 1000 രൂപ രണ്ടാം പിണറായി ഗവൺമെൻറ് വർദ്ധിപ്പിക്കുമ്പോഴാണ് 7000. ഞങ്ങളുടെ അഭിപ്രായം 7000 പോരാന്ന. 2 തരം ഇൻസെൻറ്റീവ് അവർക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന് ഫിക്സഡ് ഇൻസെൻറ്റീവും മറ്റൊന്ന് ജനറൽ ഇൻസെൻറ്റീവും. ഇത് കൂടിച്ചേരുമ്പോൾ 13000 രൂപ ആശാവർക്കർമാർക്ക് ലഭിക്കുന്നുണ്ട്. ഫോൺ അലവൻസ് 200 രൂപയാണ്. യൂണിഫോം 1200. ഇതൊന്നും കൊണ്ടൊരു തൊഴിലാളിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇത്തരം തൊഴിലാളികളുടെ വേതനം 26,000 ആക്കണമെന്നതാണ് CITയുടെ അഭിപ്രായം. പക്ഷേ ഇത് നിർവഹിക്കേണ്ടത് ആരാ? ആശാവർക്കർമാർ, അംഗനവാടിക്കാർ, പാലിയേറ്റീവ് നഴ്സുമാർ, NHM ജീവനക്കാർ, 108 ആംബുലൻസ്, മിഡ് ഡേ മീൽ തുടങ്ങിയ പദ്ധതികളെയെല്ലാം സ്കീം മേഖല എന്നാണ് പറയുന്നത്. സ്കീം മേഖല എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് 60%, സംസ്ഥാന ഗവൺമെൻറ് 40% എന്ന അനുപാതത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സംയുക്തമായി നടത്തുന്ന പദ്ധതികളാണ് ആരോഗ്യ മേഖലയിലെ ഈ പദ്ധതികൾ. അപ്പോൾ ഇവിടെ ഈ മേഖലയിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ആരോഗ്യ മിഷന് കീഴിൽ കഴിഞ്ഞ 6-7 തീയതികളിൽ ആശാവർക്കർമാർ സമരം നടത്തി.
ആ സമരം ആയിരക്കണക്കിന് ജീവനക്കാർ പങ്കെടുത്ത സമരമാണ്. ആരോഗ്യവകുപ്പ് അവരെ വിളിച്ച് ചർച്ച നടത്തി. ആ ചർച്ചയുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് മന്ത്രിയും വകുപ്പ് ഡയറക്ടറും മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചയുടെ ഭാഗമായി ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ചെല്ലാം കൃത്യമായ ധാരണയുണ്ടായി, നീക്കുപോക്കുണ്ടായി. ആ ധാരണയെല്ലാം നിലനിൽക്കെ തന്നെ ഇവിടെ തൊഴിലാളികളായിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വരുന്നത് സ്കീം മേഖല നടപ്പിലാക്കുന്നത് കേരളത്തിലെ സംസ്ഥാന സർക്കാരല്ല എന്ന് നല്ലതുപോലെ ആശാവർക്കർമാർക്കറിയും. അവരെ നയിക്കുന്ന ഇപ്പോൾ നമുക്കറിയാം 2021 സർക്കാർ LDF പ്രകടന പത്രികയിൽ 45-ാം ഖണ്ഡികയിൽ അംഗനവാടി ആശാവർക്കർമാർ, പ്രീ പ്രൈമറി അധ്യാപികമാർക്കൊക്കെ മിനിമം കൂലി 700 രൂപയാക്കും. അതിന്റെ 1/3 മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം തൊഴിലുറപ്പിൽ പോലും അതിൽ കൂടുതൽ കാര്യമുണ്ട്. അതിപ്പോൾ അവർ പറയുന്നത് സംസ്ഥാനത്തിന് വേണ്ടി സേവനം ചെയ്യുന്നു, സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ CIT ഒരുമിച്ച് കേന്ദ്രത്തിനോട് സമരം ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കൂ, നമുക്ക് ഒരുമിച്ച് പോയി കേന്ദ്രത്തിൽ സമരം ചെയ്യാം എന്ന് ആശ്വസിപ്പിക്കേണ്ട സർക്കാരാണെന്ന്. അത് ചെയ്തല്ലോ. അത് മന്ത്രി തന്നെ പറഞ്ഞല്ലോ. നവംബർ മാസത്തിൽ ഇന്ത്യയിൽ ഏതാണ്ട് 20 ലക്ഷം വരുന്ന ആശാവർക്കർമാരുടെ പ്രതികൾ എന്ന നിലയിൽ ആശാവർക്കേഴ്സിന്റെ ഓൾ ഇന്ത്യ ഫെഡറേഷൻ കേന്ദ്ര ഗവൺമെന്റിന് ദില്ലിയിൽ സമരം നടത്തി. ഇനിയും അവർ തുടർ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. നിങ്ങൾ ആ പ്രക്ഷോഭത്തിന് തയ്യാറെടുത്താൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറയുക മാത്രമല്ല, കേരളത്തിന് കേന്ദ്രം നൽകേണ്ടുന്ന വിഹിതം ഈ സ്കീം മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ നൽകാത്ത ഏതാണ്ട് 1,12,000 കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ സമരം നടത്തി. ആ സമരം ഈ ആശാവർക്കർമാരെയും അംഗനവാടിക്കാരെയും പാലിയേറ്റീവ് നഴ്സുമാർ തുടങ്ങി സ്കീം മേഖലയിലെ വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഈ സാധാരണക്കാരുടെ പ്രശ്നം തന്നെയാണ് ഈ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്ത് അതുതന്നെയാണ് CIT മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ ആരാണ് നമുക്കിത് തരേണ്ടത്? ആരാണ്? ആരോഗ്യമന്ത്രി ഇവരോട് പറഞ്ഞത് സാമ്പത്തിക പ്രശ്നമാണ്, ഖജനാവ് കാലിയാണ് എന്നൊക്കെ പറഞ്ഞു എന്നുള്ളതാണ്. അല്ല, അത് പറയുന്നത് വളരെ കൃത്യമല്ലേ. സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രം നൽകേണ്ടത് എന്തുകൊണ്ട് സംസ്ഥാനം നൽകുന്നില്ല എന്നാണ്. കേന്ദ്ര വിഹിതം ഏതാണ്ട് 629 കോടി രൂപ കുടിശ്ശികയുള്ളപ്പോഴും ഇന്ന് നൽകിയ വിഹിതം കൂടിയായതോടെ കേരളത്തിൽ കേന്ദ്ര വിഹിതം ഉൾപ്പെടെ 1 രൂപ ഓണറേറിയം കുടിശ്ശികയില്ലാത്ത സംസ്ഥാനമാണ് ഈ കേരളം. കേരളത്തിൻ്റെ സാമ്പത്തിക പരിമിതിക്കകത്ത് നിന്നുകൊണ്ടും 1 രൂപ ഓണറേറിയം കുടിശ്ശികയില്ലാത്ത വിധം ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും നമ്മുടെ സഹോദരിമാരായിട്ടുള്ള ആശാവർക്കർമാരുടെ ഓണറേറിയം കൃത്യമായി കൊടുക്കാനുള്ള സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റിൽ ഉണ്ടാകേണ്ടത്. അതാണ് സമരം തുടങ്ങുമ്പോൾ സമരം തുടങ്ങി 15-ാം ദിവസമാണ് ഇപ്പോൾ കൊടുത്തു തുടങ്ങിയത്. ഇന്നിപ്പോൾ അവസാനത്തെ സമരമല്ല അത് നിങ്ങൾ വെറുതെ. ഈ സമരം ആരംഭിച്ച 2-ാം ദിവസത്തിന് മുമ്പ് കഴിഞ്ഞ 7-ാം തീയതിയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരാഴ്ചത്തെ സാവകാശം വേണം, ഈ ചില പ്രശ്നങ്ങൾ പഠിക്കാൻ 2 ആഴ്ചത്തേക്ക് ഒരു കമ്മീഷനെ വെച്ചു. ഇതെല്ലാം വളരെ കൃത്യമായി അതിൻ്റെ പേപ്പർ വർക്കും ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുമെല്ലാം ഇത് ചർച്ചയിലുണ്ടാക്കിയ ധാരണയെല്ലാം എല്ലാ ആശാവർക്കർമാരുടെയും പ്രോജക്റ്റുകൾക്കും ഗ്രൂപ്പുകൾക്കും അവരുടെ ഹെൽത്ത് ഓഫീസർമാർ അഥവാ മെഡിക്കൽ ഓഫീസർമാർ MOമാർക്കുമെല്ലാം സർക്കുലറായി ഗവൺമെൻറ് അയച്ചതിന് ശേഷമല്ലേ ഈ സമരം ആരംഭിക്കുക. എന്തായാലും 3 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. കേന്ദ്രം കൊടുക്കേണ്ടത് അത്രയല്ല, ഏതാണ്ട് 629 കോടി രൂപയാണ് വരാം. അതിനു മുമ്പ് ശ്രീ VP ശ്രീപത്മനാഭൻ, കേന്ദ്രം കൊടുക്കാനുണ്ട് കോടികൾ, കേന്ദ്രത്തിന്റെ ബാധ്യതയാണ്. കാരണം ഇവരെ ജീവനക്കാരെ അംഗീകരിക്കേണ്ടതും സ്കീം ഉണ്ടാക്കിയതും മറ്റും അത്തരത്തിലാണ്. അതുകൊണ്ട് കേന്ദ്രത്തിന്റെ അനാസ്ഥയെക്കുറിച്ച് അവിടെയാണ് സമരം ചെയ്യേണ്ടതെന്നാണ് ഇന്ന് CITU സംസ്ഥാനത്തുടനീളം ജില്ലാ ആസ്ഥാനങ്ങൾ നടത്തിയ സമരത്തിൽ അവരുടെ കാതലായി അവർ മുന്നോട്ട് വെക്കുന്ന പ്രശ്നം. വരാം, താങ്കളിലേക്ക് വരാം. കഴിഞ്ഞ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിട്ടുള്ള ശ്രീ NK പ്രേമചന്ദ്രൻ ഈ ചോദ്യം ലോകസഭയിൽ ഉന്നയിച്ചു. അതായത് കേരളത്തിലെ NHM വർക്കേഴ്സിന്റെ കാര്യത്തിൽ കേന്ദ്രം കൊടുക്കേണ്ട, അതായത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം കൊടുക്കേണ്ട തുക എത്രയാണ്, അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ, കൊടുക്കാൻ ബാക്കിയുണ്ടോ? അതിന്റെ ഉത്തരം എന്താണെന്നറിയോ? 2024-25 സാമ്പത്തിക വർഷത്തെ കേരളത്തിലുള്ള നീക്കിയിരിപ്പ് അലോക്കേഷൻ 913 ചില്ലാനം കോടി രൂപയാണ്. അതിൽ 815 കോടി രൂപ, അത് പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ കൊടുത്ത മറുപടിയാണ്. 815 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഇനിയും അന്നത്തെ കണക്കിന് 2 മാസം 3 മാസം ബാക്കിയുണ്ട്. അപ്പൊ ഇനി കൊടുക്കാനുള്ളത് 97 കോടി രൂപയാണ്. അത് ഈ 2-3 മാസത്തിനുള്ളിൽ കൊടുക്കും എന്നാണ് അതിന്റെ കണക്ക്. ഒരിക്കലും ഒരു തുകയും ഒന്നിച്ചു കൊടുക്കൂലല്ലോ, അത് ഗഡുക്കളായിട്ടാണല്ലോ കൊടുക്കുക. 2 മാസം ബാക്കി നിൽക്കെ കേവലം 97 കോടി രൂപ മാത്രമാണ് കൊടുക്കാനുള്ളത്. 815 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു എന്ന് പാർലമെന്റിൽ NK പ്രേമചന്ദ്രന്റെ ചോദ്യത്തിന് ഉത്തരമായി കൊടുത്ത മറുപടിയാണ്. ഇനി അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി BJPയുടെ നേതാവ് ശ്രീ അനിൽ ആന്റണി കൃത്യമായി പറഞ്ഞു. 913 ചില്ലാനം കോടി രൂപയാണ് പദ്ധതി വിഹിതം.
പക്ഷെ അതിലധികം, അതായത് 938 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു ആ ഇനത്തിൽ. അത് കൂടാതെ സ്പെഷ്യൽ ഫണ്ട് എന്ന നിലയിൽ 120 കോടി രൂപ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2024-25 അടുത്ത വർഷം മാർച്ച് 31 അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിലേക്ക് മൊത്തം 1058 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പറയുന്നതൊക്കെ തെറ്റാണ്, ഇതൊക്കെ കളവാണ്, BJP സർക്കാർ ഇനി കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ മാർച്ച് മാസം പാർലമെന്റ് സമ്മേളനം തുടങ്ങുകയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഇത് പാർലമെന്റിൽ ഉന്നയിക്കണം. ഞങ്ങൾ അങ്ങോട്ടുള്ള ആവശ്യമാണ്. നിങ്ങൾക്കൊരു MP ഉണ്ടല്ലോ ലോക്സഭയിൽ, രാജ്യസഭയിൽ 3-4 MP വേറെ ഉണ്ടല്ലോ. അപ്പൊ അത് നിങ്ങളൊന്ന് ഉന്നയിക്കണം. എത്ര രൂപ കിട്ടാനുണ്ട്, എത്ര കൊടുക്കാനുണ്ട്, എത്ര കൊടുത്തു, ഇതൊന്ന് ക്ലിയർ ആക്കണം. ഇതെന്താ പറയാൻ കാരണം, ആദ്യം പറഞ്ഞു GST നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട് 4000 കോടി രൂപ. അത് NK പ്രേമചന്ദ്രൻ തന്നെ ചോദിച്ചപ്പോ അതിന് ഇനി 600 കോടി രൂപയേ ഉള്ളൂ, അത് കണക്ക് കിട്ടിയാൽ ഉടനെ കൊടുക്കുന്നു പറഞ്ഞു. അത് അവിടെ പൊളിഞ്ഞുപോയി. കണക്ക് കിട്ടിയപ്പോൾ തുക കൊടുക്കുകയും ചെയ്തു. മൻരേഗ, അതായത് തൊഴിലുറപ്പിന് പൈസ കൊടുക്കാണ്ടെന്ന് പറഞ്ഞു. അടൂർ പ്രകാശ് ചോദ്യം ചോദിച്ചു, തൊഴിലുറപ്പിന് കൊടുക്കാനില്ല എന്ന് ഉത്തരം കിട്ടി. അത് 2023 ഡിസംബറിലെ കഥയാട്ടോ ഞാൻ പറയുന്നത്. അതിനുശേഷം K മുരളീധരൻ ചോദിച്ചു, അന്ന് പോഷൻ പദ്ധതിക്ക് പൈസ കൊടുക്കാനുണ്ടെന്ന് പരാതി പറയണ്ടല്ലോ, അതും കൊടുത്തു എന്നുള്ള ഉത്തരം കിട്ടി. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു വിഷയമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഈ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർലമെന്റ് ചോദിക്കണം. ഞങ്ങളെ കണക്ക് കൃത്യമാണ്, 1058 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അത്രയും ഇല്ല. കഴിഞ്ഞ വർഷത്തെ പദ്ധതി വിഹിതം 913 കോടി രൂപയാണ്. ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല എന്നൊരു ആരോപണം മാർക്സിസ്റ്റുകാർക്കല്ലാണ്ട് മറ്റാർക്കും ഇല്ല. പക്ഷേ ഈ നിലവിൽ കൊടുക്കുന്ന വിഹിതം കൂട്ടണം, അതായത് ഇവർക്ക് കിട്ടുന്ന തുക കൂട്ടണം. അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യത്തോട് ഞങ്ങൾ അനുഭാവപൂർവ്വം സമീപിക്കുന്നു. ഞങ്ങൾക്ക് അതിനോട് അനുഭവമാണുള്ളത്. ഈ സമരത്തെ ഇനി കേന്ദ്ര സർക്കാർ നിലവിൽ കൊടുക്കുന്ന ഈ ഒരു ആശാ വർക്കർക്ക് കേന്ദ്രത്തിന് കിട്ടുന്ന തുക അത് പോരാ, അത് ഇനിയും വർദ്ധിപ്പിക്കണം, അതിന്റെ തോത് വർദ്ധിപ്പിക്കണം എന്നാണ് എങ്കിൽ, അതായത് വ്യക്തിപരമായ ഒരാൾക്ക് കിട്ടുന്ന തുക വർദ്ധിപ്പിക്കണം, അടുത്ത വർഷം മുതൽ ബഡ്ജറ്റിൽ കൂടുതൽ അലോക്കേഷൻ വേണം എന്നാണ് ആവശ്യമെങ്കിൽ ആ ആവശ്യത്തോട് ഞങ്ങൾക്ക് എതിർപ്പില്ലാന്ന്. BJP സർക്കാരിനെതിരെ ആരെങ്കിലും ഒരാവശ്യം ഉന്നയിച്ച് സമരം ചെയ്താൽ അവരെ അധിക്ഷേപിക്കാനും അവരെ ഭീഷണിപ്പെടുത്താനും അവരെ പുച്ഛിക്കാനും പരിഹസിക്കാനും പാട്ടകിലിക്കൽ സമരം എന്ന് പറഞ്ഞ് കളിയാക്കാനൊന്നും ഞങ്ങളില്ലാന്ന്, ഞങ്ങൾക്ക് ആ പണിയില്ലാന്ന്. ഈ രാജ്യത്ത് കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ, അതിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അതുകൊണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കണം, നമുക്ക് ഒരുമിച്ച് നിന്ന് നേടിയെടുക്കണം, അതിലൊന്നും ഒരു തെറ്റുമില്ല. നിങ്ങളുടെ സമരത്തോട് ഇവരുടെ സമരത്തോട് ഞങ്ങൾക്ക് അനുഭവം വേണ്ടു. അതുകൊണ്ടാണ് V മുരളീധരൻ BJPയുടെ സംസ്ഥാന നേതാവ് അവിടെ പോയി പ്രസംഗിച്ചത്. അപ്പൊ തോത് വർദ്ധിപ്പിക്കണമെങ്കിൽ അത് പറയണം. ദയവ് ചെയ്ത് നുണ പറയരുത്, തരാനുള്ളത് തന്നിട്ടില്ല എന്ന് പറയരുത്. തരാൻ നിശ്ചയിച്ചത് 913 കോടി രൂപയും തന്നത് 1058 കോടി രൂപയുമാണ്. ഇതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ മാർച്ച് മാസം 10-ാം തീയതി ലോക്സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ചോദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, തിരിച്ചു വരാം. അതിൽ 120 കോടി കൂടി ചേർത്താണ് അദ്ദേഹം 1058 കോടിയുടെ കണക്ക് പറഞ്ഞു. 913 കൊടുത്തത്. അതെ, ശ്രീ ഷാജിർ ഖാൻ, ഇവിടെ ഇന്ന് വീണ ജോർജ് പറഞ്ഞൊരു കാര്യം, അതായത് 26,000-ഓളം ആശാ വർക്കർമാർ കേരളത്തിലുണ്ട് സംസ്ഥാന വ്യാപകമായി. അവിടെ അതിൽ 6% ആളുകൾ മാത്രമാണ് ഈ സമരരംഗത്തുള്ളത് എന്നുള്ളൊരു കണക്ക് മുന്നോട്ട് വെക്കുകയാണ്. ബാക്കി ഭൂരിഭാഗം, അതായത് 80% ആളുകളും മറുവശത്താണ്, സമരരംഗത്തില്ല എന്ന് പറയുന്നു. അപ്പം താങ്കൾക്കറിയാം, ഈർക്കിൽ പാർട്ടികൾ, പാട്ടപ്പിരിവുകാർ, അങ്ങനെയുള്ള ആക്ഷേപം കഴിഞ്ഞ കുറേ ദിവസമായി ഈ സമരവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുമുണ്ട്. അങ്ങനെ ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിലേക്ക് കൊണ്ടുവന്ന എന്ന സുനിൽകുമാറിൻ്റെ വാദവും കൂടി ചേർത്ത് വെച്ചാൽ അതിനുള്ള മറുപടി. അതായത് ഇപ്പോൾ മഹാസംഗമം നടന്നപ്പോൾ 5600 പേർ പങ്കെടുത്തു എന്നാണല്ലോ പോലീസിൻ്റെ കണക്ക്. ആശാ വർക്കർമാരുടെ സമരം 5600 പേർ എന്ന് പറഞ്ഞാൽ 26,000 പേരിൽ ഏകദേശം 18-20% പേരായി നമ്മൾ അങ്ങനെ നോക്കിയാൽ. അപ്പോൾ അത്രയും പേർ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു സമരം ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ 20% പേർ നേരിട്ട് സെക്രട്ടേറിയറ്റ് നടയിൽ വന്നെങ്കിൽ അതിൻ്റെ ഒരു 2 ഇരട്ടി കൂടെ നമുക്ക് ഏറ്റവും ചുരുക്കത്തിൽ നമുക്ക് കൂട്ടിയോ, ഏറ്റവും മിനിമം നമുക്ക് കൂട്ടാം, 2 ഇരട്ടി കൂടെ കൂട്ടി നോക്കൂ. എത്ര ശതമാനം പേർ ആൾക്കാർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 20,000-ൽ ഏറെ എന്ന് നമുക്ക് പറയാൻ പറ്റും. 20,000-ൽ ഏറെ ആശാ വർക്കർമാർ ഇപ്പോൾ സമരരംഗത്തുണ്ട് എന്ന് നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ നേരിട്ട് ഹാജരാകാതിരുന്ന വ്യത്യസ്ത ജില്ലകളിൽ ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ ആരംഭിച്ചു, അവരുടെ സമരം നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ മറ്റു പല ജില്ലകളിലും ആശാ വർക്കർമാർ സ്വന്തം നിലയ്ക്ക് വരികയാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വൻതോതിൽ 26,000 പേരിൽ ഭൂരിപക്ഷം പേരും ഈ സമരരംഗത്തുണ്ട് എന്ന് അതാണ് കണക്ക്. അപ്പോൾ കണക്ക് അവിടെ നിൽക്കട്ടെ. പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് ഇപ്പോൾ ഇവിടെ ആശാ വർക്കർ സമര നേതാവ് ശാന്തമ്മ ചേച്ചി പറഞ്ഞല്ലോ 21,000 രൂപ മിനിമമാണ്. 21,000 രൂപയോടെ എങ്ങനെ ജീവിക്കും? ഇന്നത്തെ ഈ വിലക്കയറ്റത്തിൻ്റെ നാളുകളിൽ എങ്ങനെയാണ് 21,000 രൂപയോട് ജീവിക്കാൻ പറ്റുക? 26,000 രൂപ കൊടുത്താൽ പോലും ജീവിക്കാൻ പറ്റത്തില്ല. അതാണ് സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് അത് മിനിമമാണ്
അത് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ നടപടി ഉണ്ടാക്കണം. അപ്പോൾ പക്ഷേ സുനിൽകുമാർ പറയുന്നത്, അല്ലെങ്കിൽ CIT പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന ഈ തൊഴിലാളി സർക്കാർ എന്ന് പറയുന്ന CPM ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾ പറയുന്നത് അത് ഞങ്ങളല്ല കൊടുക്കേണ്ടത് എന്നാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ പിന്നെ ഒരു തൊഴിലാളി സർക്കാർ എന്നെങ്ങനെ വിളിക്കുക? തൊഴിലാളി സർക്കാർ എന്ന് പറഞ്ഞാൽ പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് ഈ പറയുന്ന ആശാപ്രവർത്തകർ എന്ന് പറയുക, അവർ തൊഴിലാളികളായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല. അവർ സ്കീം വർക്കേഴ്സിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ കാണുന്നതെന്ന് പറയുന്നു. സംസ്ഥാന സർക്കാരും അങ്ങനെ തന്നെയല്ലേ കാണുന്നത്. എന്തുകൊണ്ടത് മാറ്റം വരുത്തുന്നില്ല? ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവർ തൊഴിലാളികളാണ്, അടിസ്ഥാന വർഗ്ഗമാണ്. അവർക്ക് തൊഴിലാളികളുടെ സ്റ്റാറ്റസ് കൊടുക്കണം, അവർ തൊഴിലാളികൾ എന്ന നിലയ്ക്ക് അംഗീകരിക്കണം, അവർക്ക് ആവശ്യമായ ആ അടിസ്ഥാനത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണം. അതാരാ കൊടുക്കുക? സംസ്ഥാനത്തെ കേരള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് മുഴുവൻ മാതൃകയായി ആദ്യം അത് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ അത് ചെയ്യാതെ, അവർക്ക് മിനിമം കൊടുക്കാതെ, ഇപ്പോൾ 7,000 രൂപ വരെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് സുനിൽകുമാർ പറയുമ്പോൾ ഞാൻ സുനിലിൻ്റെ അറിവിലേക്ക് പറയാം. അത് നേടിയെടുത്തതാണ് സുനിൽ. എത്ര വർഷക്കാലമായി, കഴിഞ്ഞ 7-8 വർഷക്കാലമായി നടത്തിയ നിരന്തരമായ സമരത്തിലൂടെയാണ് 500, 1000, 200, 300 ഒക്കെ വെച്ച് കൂട്ടിയാണ് 7,000 ആയത്. അത് കൊടുത്ത ഔദാര്യമൊന്നുമല്ല, സമരം ചെയ്ത് നേടിയെടുത്താണ്. ആശാ വർക്കേഴ്സിൻ്റെ അസോസിയേഷൻ നടത്തിയ നിരന്തരമായ സമരത്തിലൂടെ ഉണ്ടായി വന്നതാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതോടെ നിൽക്കട്ടെ. പക്ഷേ ആ 7,000 രൂപയിൽ നിന്ന് വർദ്ധിപ്പിച്ച് 21,000 ആക്കണമെന്നാണല്ലോ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ്. എൻ്റെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. അതിനെ ആ സമരത്തിൽ പങ്കെടുക്കുന്ന ആശാ വർക്കർമാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു, അവരുടെ വീടുകളിൽ പോയി ഭീഷണിപ്പെടുത്തുന്നു, ഈ സമരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഒരു തൊഴിലാളി സർക്കാർ പോട്ടെ, ഒരു ജനാധിപത്യ സർക്കാർ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞങ്ങൾ 25-ാം തീയതി കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി മുൻകൈയെടുത്ത് ഒരു ഐക്യദാർഢ്യ സമ്മേളനം നടത്തി. ഒരു പാള രക്തസാക്ഷി മണ്ഡപത്തിൽ ആരംഭിച്ച അതിൽ വളരെ പ്രഗത്ഭരായ KP കണ്ണൻ, VS സർക്കാരിൻ്റെ കാലത്ത് സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന ഡോക്ടർ KP കണ്ണൻ അത് നയിച്ച ഒരാളാണ്. ജോസഫ് C. മാത്യു ഉണ്ടായിരുന്നു, പിന്നെ ഡോക്ടർ KG താര, അവർക്കെതിരെല്ലാം കേസും എടുത്തു. അതെ, KG താരയ്ക്കെതിരെ. KG താര ആരാ? പിന്നെ ഗോവിന്ദപിള്ളയുടെ മകളാണ്, CPIയുടെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ഇടതുപക്ഷത്തിലും അല്ലെങ്കിൽ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരും ഗാന്ധിയനായിട്ടുള്ള പിന്നെ നമ്മുടെ സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന MP മത്തായി സാറിനെ ഉൾപ്പെടെ ഇപ്പോൾ എന്താണ് കലാപം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുകയാണ്, ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതൊരു ജനാധിപത്യ സർക്കാരാണോ? ഒരു ജനാധിപത്യ സർക്കാർ നമ്മുടെ ഒരു സർക്കാരിനെ ജനാധിപത്യ സർക്കാർ എന്ന് പറയുന്നത് സമരങ്ങളോടുള്ള സമീപനമാണ്, തൊഴിലാളികളോടുള്ള സമീപനമാണ്. അപ്പോൾ തൊഴിലാളികൾ, ഏറ്റവും അടിസ്ഥാന വർഗം നടത്തുന്ന ഒരു തൊഴിലാളി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ കേസെടുത്ത ഒരു സർക്കാർ അത് തുടരാൻ അർഹതയില്ല. ഈ പിണറായി ഗവൺമെൻറ് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, ജനവിരുദ്ധമായിട്ടുള്ള, തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാരാണെന്ന് ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ജനവികാരം അലയടിക്കുകയാണ്. ഇപ്പോൾ ഇർക്കിൽ പാർട്ടി അല്ലെങ്കിൽ അരാജകവാദികൾ എന്നൊക്കെ പറയുന്നത് എന്തൊരു അസംബന്ധ പരാമർശങ്ങളാണ്. ഒരു ജനാധിപത്യവാദിക്കും ജനാധിപത്യ ബോധം തരുമ്പെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളും അങ്ങനെ പറയില്ല. പക്ഷേ ശ്രീ എളമരം കരീമിനെ പോലെ വളരെ പരിണതപ്രജ്ഞനായ ഒരു നേതാവ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. പാട്ടപ്പിരിവെന്ന് പറയാം. ആരെയാണ് നിങ്ങൾ പാട്ടപ്പിരിവുകാരത് ഉദ്ദേശിക്കുന്നത്? അല്ല, പാട്ടപ്പിരിവിൻ്റെ പ്രശ്നം എന്താണ്? അടിസ്ഥാനപരമായി തൊഴിലാളി വർഗത്തിൽ നിന്ന് പാട്ട വെച്ച് പിരിച്ച് പ്രവർത്തിക്കുന്നതാണല്ലോ. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ബക്കറ്റ് പിരിവുണ്ട്. പക്ഷേ പാട്ട വെച്ച് പിരിക്കുന്നതാണ്. ഇപ്പോൾ SUC കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ SUC കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാട്ട വെച്ച് പിരിക്കുന്ന പ്രസ്ഥാനമാണ്, അതിൽ അഭിമാനിക്കുന്ന പ്രസ്ഥാനമാണ്. കാരണം അത് തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ്. അതോടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, പക്ഷേ അങ്ങനെ ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന ജനാധിപത്യ ശക്തികളോട്, അല്ലെങ്കിൽ പിന്നെ ഈ ഗാന്ധിയന്മാരോട്, സാംസ്കാരിക നായകരോട് അവരെ തുറുങ്കിലടയ്ക്കാൻ കേസെടുക്കുമെന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ സർക്കാരിനോ ജനാധിപത്യ സർക്കാരിനോ ഭൂഷണമായിട്ടുള്ള നടപടിയല്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പക്ഷേ അത് ഫാസിസ്റ്റ് ആയിട്ടുള്ള നടപടിയാണ്. ഈ സമരത്തിൽ ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ തല്ലും ബഹളമൊക്കെ ഉണ്ടായി. അത് സമരക്കാരിത് പറയുകയും ചെയ്തല്ലേ, അങ്ങനെ തുഴഞ്ഞു കയറി ചില ആളുകൾ സമരത്തിൻ്റെ ഒരു ഗതി മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന് അവർക്ക് പരാതിയുണ്ട്. അല്ല രഞ്ജിത്ത്, ഞാനത് പറയാം. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ 18 ദിവസമായി സമരം നടക്കുന്നു. ഈ പാവപ്പെട്ട സ്ത്രീകൾ നടത്തുന്ന, ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിൽ ഒരു കല്ലെടുത്ത് എറിഞ്ഞു. അവിടെ എന്തെങ്കിലും ഒരു ആലോചന ഉണ്ടായി. 5600 പേർ പങ്കെടുത്തു എന്ന് പറയുന്ന ആ സമരത്തിൽ പോലും അങ്ങനെ ചില മുതലെടുപ്പാറുണ്ടെന്ന് പറഞ്ഞു. അല്ല, അപ്പോൾ അവിടെ രാഷ്ട്രീയമായി പല സംഘടനകളും വരികയും അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവരുടേതായ രീതിയിൽ അവരുടെ സമ്പ്രദായം അനുസരിച്ച് അവർ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് അതല്ലല്ലോ. നമ്മൾ നോക്കേണ്ടത് ഈ സമരമുഖത്താണ്. ആ സമരമുഖത്ത് എന്തെങ്കിലും ഒരു അസ്വാരസ്യം ഉണ്ടായിട്ടില്ലല്ലോ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അവർ ഭക്ഷണം കഴിക്കുന്നത് എല്ലാം നമ്മുടെ കൺമുന്നിലാണ്. ക്യാമറകളുടെ മുന്നിൽ നടക്കുന്ന ഒരു സമരമാണ്, നമുക്ക് എല്ലാവർക്കും കാണാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ അനുഭാവപൂർണ്ണമായ സമീപനം സ്വീകരിക്കണ്ടേ? എത്രയും വേഗം ഇവർക്ക് ഓണറേറിയം എന്ന പേരിലാണെങ്കിൽ പോലും ആ ഓണറേറിയം കൊടുക്കാൻ നടപടി സ്വീകരിച്ചുകൊണ്ടും, പിന്നെ ഇത് കഴിഞ്ഞ് വിരമിച്ച് പോകുന്നവർക്ക് പിന്നെന്താ അവശേഷിക്കുന്ന? അവരുടെ ജീവിതകാലം മുഴുവൻ 12 മണിക്കൂറാണ് പണിയെടുപ്പിക്കുന്നത്.
നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇമ്മ്യൂണൈസേഷൻ മുതൽ അശ്വമേധം വരെയുള്ള നിരവധി പദ്ധതികളിൽ പരിപാടികൾ വരെ തലവെച്ച് കൊടുക്കുക. ജീവിതം അവർക്ക് വണ്ടിക്കൂലി പോലും കിട്ടത്തില്ല. അവരെങ്ങനെ ജീവിച്ചിരിക്കുക അറിയാമോ? അവരെങ്ങനെ ജീവിക്കുന്നതെന്ന് ഈ പൈസ കൊണ്ട്. അപ്പോൾ ഒരു സർക്കാർ, ജനാധിപത്യ സർക്കാർ, ഞാൻ സമയത്ത് കിട്ടുന്നില്ല, ആ സമയത്ത് കിട്ടത്തില്ല. കഴിഞ്ഞ എത്രയോ മാസങ്ങളായി, 3-4 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടുക. ഈ പറയുന്ന ഈ തുച്ഛമായ വേതനം പോലും അതൊരു സാക്ഷ്യപ്പെടുന്നുള്ളൂ. നമുക്കത് പറയുമ്പോൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വേദന വരും, ഏതൊരു മനുഷ്യനും. പക്ഷെ മനുഷ്യത്വമില്ലാത്തൊരു സർക്കാർ, അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. ശരി, തിരിച്ചു വരാം പ്രധാനപ്പെട്ട അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീമതി ശാന്തമ്മ, നമ്മൾ ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമരമാണ്, സംസ്ഥാന സർക്കാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴും കേന്ദ്രത്തിനും ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ. സംയുക്തമായ ഒരു സമരമൊക്കെ നടത്താൻ ഇന്നിപ്പോൾ CITUവിൻ്റെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലായിരുന്നു സമരം. അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടിലാണോ നിങ്ങൾ? ഈ ഇരു സർക്കാരുകൾക്കും ഒരുപോലെ ഉത്തരവാദിത്തമുള്ള ഒരു സംഗതി കൂടിയാണല്ലോ, കേന്ദ്രം കൊണ്ടുവന്ന സ്കീമാണ്. അപ്പോൾ കേന്ദ്രത്തിന് ആ തരത്തിൽ കാര്യങ്ങൾ കുറേയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ബോധ്യം നിങ്ങൾക്കും ഉണ്ടല്ലോ. ഞങ്ങൾ നമ്മുടെ കേരള സർക്കാരിനെതിരെയല്ല സമരം ചെയ്യുന്നത്. ഞങ്ങൾ സമരം ചെയ്തത് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിതമായിട്ടുള്ള സമരമാണ് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് കൊടുത്തെങ്കിൽ മാത്രമല്ലേ അവർ ഞങ്ങൾക്ക് തരും. ഇപ്പം എങ്ങനെയാണ് ഞങ്ങൾക്ക് 3 മാസത്തെ ഓണറേറിയവും 3 മാസത്തെ ഇൻസെൻറ്റീവും ഇത്ര പെട്ടെന്ന് തന്നത്? അപ്പോൾ നമ്മുടെ സംസ്ഥാന ഫണ്ടിൽ പണമില്ലാഞ്ഞിട്ടാണോ? ഞങ്ങൾക്ക് എത്രയോ മാസങ്ങൾ ഞങ്ങൾ കാത്തിരുന്നാണ് ഞങ്ങൾക്കൊരു ഇൻസെൻറ്റീവ് കിട്ടുന്നത്, ഒരു ഓണറേറിയം കിട്ടുന്നത്. ഇപ്പം ഈ 18 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഈ 3 മാസത്തെ ഓണറേറിയവും 3 മാസത്തെ ഇൻസെൻറ്റീവ് എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു? അപ്പം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് കരഞ്ഞു വിളിച്ചാലേ ഞങ്ങൾക്ക് തരുള്ളൂ. അതല്ല, ഞങ്ങൾക്ക് ചെയ്യുന്ന ജോലിയുടെ പൈസ ഞങ്ങൾക്ക് കിട്ടണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരു കാര്യം പറഞ്ഞോട്ടെ, പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നാഷണൽ പ്രോഗ്രാമാണ്. ആ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന് ഈ സ്ത്രീകളെ, ഞങ്ങളുടെ ഈ ആശമാരെ ഓരോ സെൻറ്ററിൽ വിളിച്ചിരുത്തുമ്പം എത്രയോ കുട്ടികൾക്കാണ് പൾസ് പോളിയോ, ഞങ്ങൾ പോളിയോ മരുന്ന് വാക്സിൻ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ദിവസം രാവിലെ 7 മണി മുതൽ 5 മണി വരെ ഇരിക്കുന്നതിന് വെറും 75 രൂപയാണ് ഗവൺമെൻറ് തരുന്നത്. അതുപോലെ തന്നെ പിറ്റേ ദിവസം 3 ദിവസമാണ് ഫീൽഡ് വർക്ക് ചെയ്യേണ്ടത്. ഓരോ വീട്ടിലും നടന്ന് മാർക്ക് ചെയ്ത് അവിടെ കുട്ടികൾക്ക് കൊടുത്തോ എടുത്തില്ലേ എന്ന് നമ്മൾ തിരക്കിയിട്ട് നമ്മൾ ആ 3 ദിവസത്തെ പൈസയാണ് ഞങ്ങൾക്ക് വെറും 225 രൂപ തരുന്നത്. ഒരു ദിവസം 75 രൂപ വെച്ച്. എന്ത് കഷ്ടമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു ഇമ്മ്യൂണൈസേഷൻ, ഈ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഞങ്ങൾക്ക് 600 രൂപ തരാത്തത് അത് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. കൂടാതെ ഡീവോമിംഗ് ഡേ വരുന്നുണ്ട്, അന്ന് ഞങ്ങൾക്ക് 100 രൂപയാണ് തരുന്നത്. പിന്നെ വരുന്നത് ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ ഏത് പ്രോഗ്രാം നടത്തിയാലും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞങ്ങളെ വിളിക്കും. ആശമാരെല്ലാം അവിടെ എത്തണം. എവിടെയാണോ ഒരു പ്രോഗ്രാം നടക്കുന്നത്, ഏത് ദേശത്താണ് ഞങ്ങൾ നിൽക്കുന്നത്, അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി പിടിച്ച് അവിടെ എത്തിക്കണം. അവിടെ എത്തിയാൽ ഞങ്ങളോട് പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കണം, നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഡ്യൂട്ടി ഞങ്ങൾ ഇല്ലാതാക്കി തരാം. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഈ TA ട്രാവലിംഗ് എക്സ്പെൻസ് വരെ തരാമെന്നും പറഞ്ഞാണ് ഞങ്ങളെ അവിടെ പറഞ്ഞു വിടുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് വരെ ആ ട്രാവലിംഗ് എക്സ്പെൻസ് ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ഞങ്ങളെ ഇങ്ങനെ ആളുകളെ കൂട്ടാൻ വേണ്ടി മാത്രം ആശമാർ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എന്തുമാത്രം ആശമാരുണ്ട്. ഇവരെല്ലാം ഒരിടത്ത് ചെല്ലുമ്പോൾ മന്ത്രിയുടെ ഒരു പരിപാടിക്ക് ഇത്ര ആശമാർ വന്ന് അല്ല ഇത്ര ജനങ്ങളെ പങ്കെടുപ്പിച്ച് ഈ പ്രശ്നമാണ് ഞങ്ങളോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ദയവായി ഞങ്ങളുടെ ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഈ പൊരിവെയിലത്തിൽ നിന്ന് ഞങ്ങളെ ഒരു വിമോചനം തരണം. നമ്മുടെ സർക്കാർ അത് ഏറ്റെടുക്കണം. ഞങ്ങൾക്ക് ഉള്ള ആനുകൂല്യം തന്ന് ഈ സമരപന്തലിൽ നിന്ന് ഞങ്ങളെ പറഞ്ഞു വിട്. അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാം. സുനിൽകുമാർ, ഇവിടെ ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റിയിൽ ഈ വലിയ വ്യത്യാസം വരുന്നുണ്ട്. കാരണം ഇതിനിടയിലാണ് നമ്മൾ ഈ സമരത്തിനിടയിലാണ് കണ്ടത് PSC മെമ്പർമാർക്ക് വലിയ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു, വാഹനങ്ങൾ വാങ്ങാൻ വലിയ പണം അനുവദിക്കുന്നു. അവിടെ ഈ പറഞ്ഞതുപോലെ സമരം നടത്തേണ്ടി വന്നു എന്ന് ശാന്തമ്മ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് സമരം നടത്തിയപ്പോഴാണ് ഈ ആനുകൂല്യങ്ങൾ കൊടുത്തത്, ഈ പൂർണ്ണമായി ഇന്നിപ്പോൾ കൊടുത്തു തീർത്തത്. ഇവിടെ NHM ഫണ്ട് കേന്ദ്രം അനുവദിക്കുന്നുണ്ട്, പക്ഷേ അത് എങ്ങനെ ചെലവഴിക്കണം, ഞാൻ എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്, അതെങ്ങനെ ചെലവഴിക്കണമെന്നും ഏതൊക്കെ മേഖലകളിൽ പ്രയോറൈറ്റൈസ് ചെയ്യണമെന്നും തീരുമാനിക്കേണ്ട സംസ്ഥാന സർക്കാരുകളാണ്. അപ്പോൾ അങ്ങനെ ആ തരത്തിൽ ഇവർക്ക് ചെയ്യാനുള്ള
ആനുകൂല്യങ്ങൾ കൂടുതൽ കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ കേന്ദ്ര ഫണ്ടിൽ നിന്നായാലും സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം എന്നുള്ളതല്ലേ? അത്തരം പരിഗണന പോലും ഇവർക്ക് ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ല, നിങ്ങൾ ചർച്ച ചെയ്ത് വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയ ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങണം. ഒന്ന്, ആശാ പ്രവർത്തകർ, ആശാ വോളണ്ടിയർമാർ എന്നാണ് ഇപ്പോഴും ഈ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരെ, അമ്മമാരെ കേന്ദ്ര ഗവൺമെൻറ് ഈ പദ്ധതിയുടെ ഭാഗമായി മുന്നോട്ട് വയ്ക്കപ്പെടുന്ന നിർവചനം. CITUവിൻ്റെ അഭിപ്രായം ഇവർ വോളണ്ടിയർമാരും പ്രവർത്തകരുമല്ല, ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കണം. ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യയിലെ സ്കീം മേഖലയിലുള്ളവർ മാത്രം ലഭിക്കുന്ന ശമ്പളം അല്ലെങ്കിൽ കൂലിയുടെ പേര് ഓണററിയോ എന്നാണ്, കൂലിയാവുന്നില്ല. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കണം. ഇതാണ് CITUവിൻ്റെ നിലപാട്. തൊഴിലാളികൾക്ക് ഗവൺമെൻറ് പ്രഖ്യാപിക്കപ്പെട്ട മിനിമം കൂലി ലഭിക്കണം. ഇതിന് കിട്ടുന്നൊരു സാഹചര്യം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തും സംജാതമാകണമെന്നതാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് ഷാജിർ എൻ്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താ? 7,000 രൂപ ഓണറേറിയം ഞങ്ങൾ പൊരുതി നേടിയതാണ്. തൊഴിലാളികളുടെ പ്രക്ഷോഭങ്ങളെ, ആവശ്യങ്ങളെ, ഡിമാൻഡുകളെ ഗൗരവത്തോടെ കേൾക്കാനും അത് പരിശോധിക്കാനും പരിഗണിക്കാനും ഈ കേരളത്തിലൊരു തൊഴിലാളിപക്ഷ ഗവൺമെൻറ് ഉള്ളത് കൊണ്ടല്ലേ 7,000 ഓണറേറിയവും ഇൻസെൻറ്റീവ് സ്ട്രിക്റ്റ് ആയി ലഭിക്കുന്ന 2 ഇൻസെൻറ്റീവുകളും 3,000, 6,000 അതുപോലെ തന്നെ 200 രൂപ ഫോൺ അലവൻസുമെല്ലാം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, കേരളത്തെക്കാൾ പ്രതിശീർഷ ആളോഹരി വരുമാനമുള്ള സംസ്ഥാനങ്ങളിലെ ഓണറേറിയത്തിൻ്റെ സ്ഥിതി എന്താ? കേരളത്തിനെ നമ്മൾ താരതമ്യം, ആസാം BJP ഭരിക്കുക 3,000 രൂപ, ബീഹാർ 3,000 രൂപ, ഗുജറാത്ത് 2,000, ഹരിയാന 6,100, കർണാടകം 5,000, മധ്യപ്രദേശ് 6,000, മഹാരാഷ്ട്ര 5,000, പോണ്ടിച്ചേരി 1,000, രാജസ്ഥാൻ 2,000 BJP ഭരിക്കുക. അതുപോലെ തന്നെ ത്രിപുര 3,500, ഉത്തരാഖണ്ഡ് 4,000, ഉത്തർപ്രദേശ് 2,000. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ അല്ല, അത് ഓണറേറിയം പ്ലസ് ഇൻസെൻറ്റീവ് ഇവയെല്ലാം കൂടി ചേർന്നാണ്. അവിടെ പ്രത്യേക ഇൻസെൻറ്റീവ് നൽകുന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ തൊഴിലാളികൾ അവരുടെ നിലപാടുകൾ ഉയർത്തുമ്പോഴും അതിനെ കേൾക്കാനും അതിനെ കാണാനും അവരുടെ പക്ഷത്ത് നിന്ന് അത്തരം നിലപാടുകൾ സ്വീകരിക്കാനും ഒരു ഗവൺമെൻറ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് BJPയുടെ പ്രതിനിധി ചർച്ചയിൽ പറഞ്ഞത് ഈ 639 കോടി രൂപ ഈ ഇനത്തിൽ സംസ്ഥാനത്തിന് കിട്ടാനുണ്ട്. അത് വളരെ കൃത്യമായ കണക്കാണ്. ഗവൺമെൻറ് വിവിധ ഫണ്ട് ഇങ്ങനെ കൊടുത്ത് ഇഷ്ടം പോലെ വിനിയോഗിക്കാനല്ല. മിഡ് ഡേ മീലിന് ഇത്ര, ആശാ വർക്കർമാർക്ക് ഇത്ര, അംഗനവാടികൾക്ക് ഇത്ര, ഓരോ ഹെഡിലേക്കാണ് പണം അനുവദിക്കുക. അതിൻ്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അനുസരിച്ചാണ് ഇത് സംബന്ധിച്ച വിനിയോഗം പരിശോധിക്കുകയും അത് സംബന്ധിച്ച ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് കിട്ടുക. അവിടെ നിന്ന് കുറേ പണം കൊടുക്കുക, സംസ്ഥാന ഗവൺമെൻറ് അവരുടെ ഇഷ്ടമനുസരിച്ച് വിനിയോഗിക്കുക എന്ന നിലയിലല്ല ഈ ഫണ്ട് വിനിയോഗിക്കപ്പെടും. പിന്നെ ഈ സമരത്തെക്കുറിച്ച് ശ്രീ ഷാജിർ പറഞ്ഞു, എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് ജനാധിപത്യപരമായി സമരം ചെയ്യുന്ന ആളുകൾക്കെതിരെ കേസെടുക്കുക? ഈ ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഫെഡറൽ അധികാരങ്ങളും ജുഡീഷ്യറിയുടെ ഇടപെടലുകളും ശ്രീ ഷാജിറിന് അറിയാത്തതുകൊണ്ടാണോ? ഇതേ സംസ്ഥാന ഗവൺമെൻറ്റിന് ഭരിക്കുന്ന കേരളത്തിലല്ലേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ കേസെടുത്തത്? ഇന്നലെ നടത്തിയ രാജ്ഭവൻ മാർച്ചിൽ ഗോവിന്ദൻ മാസ്റ്റർ പ്രതി ചേർത്ത് കേസെടുത്തത്? ഇതേ സംസ്ഥാനത്തല്ലേ സമരങ്ങൾ നടത്തിയ നിരവധി ആളുകൾക്കെതിരെ? കോടതി പറഞ്ഞപ്പോഴാണ് കേസെടുത്തത്. കോടതി വരട്ടിയപ്പോഴാണ് കേസെടുത്തത്. ഇന്നലെ രാജ്ഭവന്റെ വിഷയത്തിൽ കോടതി ഇടപെട്ടു. കോടതി ഇന്നലത്തെ വിഷയത്തിൽ രാജ്ഭവൻ വിഷയത്തിൽ കമന്റ് വന്നിട്ടില്ല. അതിന് മുൻപ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് സെക്രട്ടറി സമരം ഇനിയല്ല 1000 തവണ ഇടപെട്ടോട്ടെ. അപ്പൊ ഇത് ഇടപെടുന്നവരെ കാത്തിരിക്കണമെന്നാണ് നിങ്ങൾ പറയണത്. ഞാൻ പറഞ്ഞത് ഇവിടെ വലിയ ഒരു നമുക്കറിയാം, പഞ്ചിയൂരിൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും തടസ്സപ്പെടുത്തി അവിടെ അർമാദിച്ച് വലിയ സ്റ്റേജ് കെട്ടി വാഹനങ്ങളൊക്കെ വഴിതിരിച്ചു വിട്ടപ്പോൾ ഒരു സർക്കാരും അന്ന് ഉണർന്നില്ല. കോടതി പറയേണ്ടി വന്നു. ആയിക്കോട്ടെ, ശരിയല്ലെന്ന് പറയുമോ താങ്കൾ? അതുകൊണ്ട് ഇപ്പൊ കേസെടുക്കണം കോടതി പറയുന്നവരെ കോടതി പറഞ്ഞപ്പോ കേസെടുത്തു എന്ന് മാത്രമല്ല, അതിന് മുൻപും സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്ത് ഇപ്പോഴും സമരം ചെയ്ത വിഷയത്തിൽ ലൈവായി 89 കേസിനകത്ത് സമരത്തിന്റെ ഭാഗമായി പ്രതിയാണ് ഞാൻ. ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും പ്രതിയാണ്. CPM സംസ്ഥാന സെക്രട്ടറി മാത്രമല്ല, CITU സംസ്ഥാന സെക്രട്ടറി പ്രതിയാണ്. അപ്പോൾ നിയമപരമായി നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥ ദീപയ്ക്കും മത്തായി സാറിനും ഷാജിറിനും സുനിലിനും എല്ലാവർക്കും ഈ നിയമം ഒരുപോലെ ബാധകമാണ്. സർക്കാർ പറഞ്ഞു തീരട്ടെ, ഈ നിയമം എല്ലാവർക്കും ബാധകമാണെന്നതുകൊണ്ട് തന്നെ നിയമവ്യവസ്ഥയ്ക്ക് പുറത്തുനിന്ന് സമരം ചെയ്യപ്പെടുമ്പോൾ കോടതിയുടെ ഇത്തരം ഡയറക്ഷനുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ കേസിനകത്ത് പ്രതിയാവുക എന്നത് സ്വാഭാവികമായി നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു രീതിയാണ് എന്നതിനെ കാണാൻ കഴിയണം. പിന്നെ CITU ആളുകളെ ആരെ ഭീഷണിപ്പെടുത്തണേ? CITU
ആ യൂണിയനിൽ അംഗമായ തൊഴിലാളികളിൽ ചിലരെ ഇവർ തെറ്റിദ്ധരിപ്പിച്ച് എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് ചേർന്നൊരു സമരമാണ്. ഒന്ന് പറഞ്ഞു തീർന്നോട്ടെ നിങ്ങൾ ചർച്ചക്കല്ലേ നമ്മളെ വിളിച്ചത്. ഞങ്ങളുടെ ഭാഗം പറഞ്ഞതിന് ശേഷം നിങ്ങളല്ലേ ചർച്ച സം ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള മുഴുവൻ പറയാം. ഞങ്ങളുടെ ഭാഗം കൂടി ജനമൊന്ന് കേൾക്കാനല്ലേ ഞങ്ങളെ വിളിച്ചത് നിങ്ങൾ. അപ്പോൾ CITUവിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയും അവരിൽ ചിലർ അങ്ങനെ രാഷ്ട്രീയമായി കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിൽ പോവുകയും ചെയ്തപ്പോൾ അവരുടെ അംഗങ്ങളായിട്ടുള്ള സഹപ്രവർത്തകരായ ആശമാരും അവരുടെ കമ്മിറ്റിയിലെ ഭാരവാഹികളും ഇവരുടെ വീടുകളിൽ പോവുകയും ഈ സമരം മുന്നോട്ട് വെക്കുന്നതിന് പിന്നിലുള്ളവരുടെ രാഷ്ട്രീയം ഇതാണെന്നും 6-7 തീയതികൾ ഇതേപോലെയുള്ള വിഷയം മുന്നോട്ട് വെച്ചപ്പോൾ ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരൻ വന്നില്ല, KC വേണുഗോപാൽ വന്നിട്ടില്ല. ഈ ആളുകളൊന്നും അന്ന് വരാത്ത ചിലരെല്ലാം ഇപ്പോൾ വരുന്നവർക്ക് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. അത് ഇടതുപക്ഷ വിരുദ്ധമാണ്. ഈ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താനും ഈ ഗവൺമെൻറ്റിനെ ഒറ്റപ്പെടുത്തുവാനും കേരളത്തിലൊരു ഇടതുപക്ഷ വിരുദ്ധ മഴവിൽ സഖ്യത്തിന് രൂപം കൊടുക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും കൃത്യമായൊരു രാഷ്ട്രീയ അജണ്ടയാണ് എന്നത് തങ്ങളോടൊപ്പം നിൽക്കുന്ന തൊഴിലാളികളെ പഠിപ്പിക്കുക എന്ന കടമയാണ് CITUവിൽ അംഗങ്ങളായിട്ടുള്ള അവരുടെ സഹപ്രവർത്തക യൂണിയൻകാർ അവിടെ പോയതും പറഞ്ഞതും. അതിനപ്പുറത്ത് ഭീഷണിയും അങ്ങനെ വിരട്ടലും ഒക്കെ നടത്തുന്നതെന്ന് എല്ലാവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ. എല്ലാവർക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും സമരം ചെയ്യാൻ അവകാശമുണ്ട്. തെറ്റിദ്ധരിക്കപ്പെട്ടവരോട് ശരി പറയുക എന്ന കടമയാണ് അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയിലുള്ളവർ നടത്തിയെന്നാണ് ഇത് സംബന്ധിച്ച്. ശരി, അതിലേക്ക് വരാം. താങ്കൾക്ക് അതിലേക്ക് വരാം, മറുപടി വേണം കൃത്യമായി. ശ്രീ പത്മനാഭൻ, ഇവിടെ കേന്ദ്രത്തിനും ചെയ്യാം ചില കാര്യങ്ങളുണ്ട്. ഇവരെ ജീവനക്കാരെ അംഗീകരിക്കാം. നമുക്കറിയാം 26,000 പേർ മാത്രമാണ് കേരളത്തിലുള്ളത് എങ്കിലും 10 ലക്ഷത്തിലധികം ആളുകൾ ഇന്ത്യയിലെമ്പാടും ഈ ആശാ വർക്കർമാരായി ഉണ്ട് എന്നുള്ളതാണ് ഒരു കണക്ക്. അതിൽ അവർക്ക് ശമ്പളം അത്തരത്തിൽ വന്നാൽ മിനിമം വേജസ് ആക്ടിൻ്റെ പരിധിയിൽ വരും, അവർക്ക് പെൻഷൻ കിട്ടും. അങ്ങനെ കേന്ദ്ര സർക്കാരിനും ചെയ്യാൻ, അത് പൂർണ്ണമായും കേന്ദ്രത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് പണം കൊടുത്തുകൊണ്ട് മാത്രം കാര്യമായില്ല എന്നല്ലല്ലോ. അതിൽ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യാൻ ഉണ്ടല്ലോ. അതിനെന്താണ് അനുഭവപൂർവ്വം കാണാത്തത്? അല്ല, ഈ ആശാ വർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥയിലൊക്കെ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരണമെന്നും അവർക്ക് പെർമനന്റ് ആയ ചില ആനുകൂല്യങ്ങൾ കിട്ടണമെന്നും അവർക്ക് പിരിയുന്ന സമയത്ത് ഒരു നിശ്ചിത തുക കൊടുക്കണമെന്നും അവർക്ക് പെൻഷൻ കൊടുക്കണമെന്നും ഉള്ള കാര്യത്തിലൊന്നും നമുക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് അവരുടെ സേവന വേതന വ്യവസ്ഥകളിൽ മാറ്റം വരണം. അതിലൊന്നും ഒരു തെറ്റില്ല. അതൊക്കെ ആ ആവശ്യങ്ങളോടൊക്കെ BJPക്ക് അനുഭാവമേ ഉള്ളൂ. അതല്ല, ഞങ്ങൾ ഇവരെ സമരത്തിൽ പോയിട്ട് പ്രസംഗിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരിനെ അട്ടിമറിക്കാനൊന്നല്ല. ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ പറ്റുമോ? ഇവരെന്ത് പേടിത്തൊണ്ടന്മാരാ, എന്ത് വർത്താനായി പറയുന്നത്? ഹരിയാനയിൽ കർഷക സമരം മറ്റേ ട്രാക്ടറായി വന്നിട്ട് ഹൈവേ ബ്ലോക്ക് ചെയ്തു ദിവസങ്ങളോളം. എന്തായി? തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJP റെക്കോർഡ് ഭൂരിപക്ഷത്തിന് വീണ്ടും അധികാരത്തിൽ വന്നു. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു സർക്കാരിനെ ആർക്കും, ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. 8ാം ക്ലാസ് കുട്ടികളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോണുള്ള കാലം അത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ലോകം മുഴുവൻ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാലം. അതുകൊണ്ട് അതൊന്നും നടക്കാത്ത കാര്യമാണ്. ഗവൺമെന്റിനെ അട്ടിമറിക്കാനൊന്നും അല്ല സമരം. ഞങ്ങൾക്ക് ഇവരുടെ സമരത്തോട് അനുഭവമേ ഉള്ളൂ. ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇവിടെ കുറെ സംസ്ഥാനങ്ങളുടെ സംഖ്യ പറഞ്ഞു. ഓരോ സംസ്ഥാനത്തെയും ജീവിത നിലവാരവും ജീവിത വില സൂചികയ്ക്കും അനുസരിച്ചിട്ടാണ് ആ സംസ്ഥാനത്തെ മിനിമം വേജസും മറ്റ് വേതനങ്ങളും നിശ്ചയിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നത് എവിടെ അറിയോ? ഹരിയാനയില. കേരളത്തെക്കാൾ കൂലി ഹരിയാന. എന്തുകൊണ്ടാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവിത ചെലവുള്ള സംസ്ഥാനം ഹരിയാനയാണ്. അപ്പൊ അവിടെയാണ് ഏറ്റവും കൂടുതൽ. ഹരിയാനയിലെ ക്ഷേമ പെൻഷൻ എത്രയാണ്? ഇവിടെ 1600 രൂപയാണല്ലോ. ഹരിയാനയിൽ 3000 രൂപയാണ്. വിധവാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, ഇതൊക്കെ ഹരിയാനയിൽ മറ്റേ 3000 രൂപയാണ്. അപ്പൊ അവിടുത്തെ ജീവിത നിലവാരം അതാണ്. അപ്പൊ ഇതൊക്കെ ഈ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും പല കാര്യത്തിലും ഉണ്ടാവും. അതൊന്നും നിങ്ങൾ വലിയ സംഭവമാക്കി പറയണ്ട. പിന്നെ ഈ ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയേക്കാൾ ശമ്പളം വാങ്ങുന്ന PSC ചെയർമാൻ കേരളത്തിലുണ്ടല്ലോ. അതിലൊക്കെ പൈസ ഉണ്ട് അല്ലേ? എത്ര? 4 ചില്ലാൻ ലക്ഷം രൂപയാണ് PSC ചെയർമാന്റെ ശമ്പളം. കേരളത്തിൽ എത്ര PSC അംഗങ്ങൾ? 21 പേര്. അംഗങ്ങൾക്ക് എത്ര? 380. നിങ്ങളറിയോ, ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുള്ളത്. സ്വാഭാവികമാണ്, കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. അവിടെ 7 PSC അംഗങ്ങളും ഒരു സെക്രട്ടറി അടക്കം 8 ആളാണ്. ഇവിടെ 22 ആളാണ്. അപ്പൊ ഈ കൊച്ചു കേരളത്തിൽ 21 ആളെ തീറ്റിപ്പോ ഒക്കെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. 3-4 ലക്ഷം പ്രധാനമന്ത്രിനെക്കാട്ടും ശമ്പളം കൊടുത്തിട്ട് അതിന് പൈസ ഉണ്ട്. ഹൈക്കോടതി അഭിഭാഷകന്മാരുടെ ശമ്പളത്തിനും വലിയ വർധന, 1,40,000 രൂപയാണ് ശമ്പളം. കൊടുക്കേണ്ടതൊന്നും ഞാൻ പറയില്ല. വക്കീൽമാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നതിന് എനിക്ക് സന്തോഷമുള്ളൂ, കാരണം ഞാനും വക്കീല. പക്ഷേ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആ സമയത്ത് നിങ്ങൾക്ക് ബാധകമല്ല. അതൊന്നും ശരിയല്ല.
എന്നിട്ട് ഈ സമരത്തോട്ട് നിങ്ങൾ നിലപാട് എടുക്കരുത്. ഞാൻ പറയുന്നത് സംസ്ഥാന സർക്കാർ അവരുടെ നിലപാട് മാറ്റണം. പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പൈസ കൊടുക്കാനില്ലെങ്കിൽ കടം പറയാം, പക്ഷെ നിലപാട് മാറ്റണം. ഈ സമീപനം മാറ്റണം. നിങ്ങൾ തൊഴിലാളി വർഗ സർക്കാരാണെന്ന് പറഞ്ഞാൽ പോരാ, അത് ഇവിടെ ഫലത്തിൽ കാണണം. ഇവിടെ ചുവന്ന കൊടി കുടിക്കാത്തവൻ ചെയ്യുന്ന സമരം ആണെങ്കിലും തൊഴിലാളി ചെയ്യുന്ന സമരമാണ്. അത് ആര് ചെയ്താലും ആ സമരത്തെ അനുഭവം കണ്ട് അവരുടെ കാര്യങ്ങൾ കണക്കിലെടുത്ത് പൈസ ഇന്നില്ലെങ്കിൽ നാളെയെങ്കിലും കൊടുക്കാനുള്ള സംവിധാനത്തെ പറ്റി ചിന്തിക്കണം. ഇത് കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ട് പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കണോ? അത് സംസ്ഥാനത്തെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഭരണ പ്രതിപക്ഷ MP-മാർ ഒരുമിച്ച് ചെയ്യണം. BJP-യുടെ MP ഉണ്ടല്ലോ ഇപ്പോൾ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എന്നിട്ട് പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്യാം. അങ്ങനെ ഇതൊരു അനുഭവപൂർവ്വം സമൂഹത്തിന്റെ എന്തിനാ ഞങ്ങൾ ബഡ്ജറ്റ് കേരളം കണ്ട ഏറ്റവും നല്ല ബഡ്ജറ്റാ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? 3 ലക്ഷം കോടി ഉറുപ്പ്യ റോഡ് നന്നാക്കാൻ തന്നത്. 3 ലക്ഷം കോടി ഉറുപ്പ്യ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടോ? അത്രയും പൈസ കേരളത്തിൽ 1957 ശേഷം 530 കോടി രൂപയാണ്. 530 കോടി രൂപയാണ് 50 കൊല്ലത്തെ വായ്പയ്ക്ക് കൊടുത്തത്. 50 കൊല്ലത്തെ വായ്പ ആലോചിച്ച് ഇപ്പൊ CPM ബേജാറാവേണ്ട ആവശ്യമില്ലല്ലോ. 50 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ പാർട്ടി ഇവിടെ ഉണ്ടാവുമോ? 530 കോടി രൂപ 50 കൊല്ലത്തെ പലിശ ഇല്ലാത്ത. പിന്നെ എന്ത് സംശയം? ബംഗാളിൽ എന്തായി? കഷായത്തിന് കൂട്ടാനുണ്ടോ? ബംഗാളില് ഉണ്ടോ കഷായത്തിന് കൂട്ടാൻ? അങ്ങനെയല്ലേ, ഒരു കഷായത്തിന് ഒരു പേരിന് കൂട്ടാൻ ഒരു MP ഒരു MLA ഇല്ലല്ലോ. അതൊക്കെ സത്യമാവും. വർഗീയതയെല്ലാം ഒരു പ്രത്യേക ഘട്ടത്തിൽ വരും, വന്നതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു പോവുകയും ചെയ്യുന്നത്. അതൊന്നും കണ്ടത് നിങ്ങൾക്ക് കൊള്ളേണ്ട കാര്യമില്ല. ബംഗാളിലെ കേരളത്തിൽ 3 വർഷമായി നിൽക്കല്ലേ? UP-യേക്കാൾ കൂടുതൽ RSS ശാഖയുണ്ടല്ലോ ഈ കേരളത്തിൽ. എന്താ കേരളത്തിൽ മുന്നേറാത്തത്? എന്താ ബംഗാളിനെ പറ്റി? ബംഗാളിലേക്ക് നോക്കൂ. ഞാൻ കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോഴുള്ള പ്രസംഗ. ബംഗാളിലേക്ക് നോക്കൂ, ഒന്ന് നോക്കിപ്പം ആരുമില്ല, ഒരു കുട്ടിയില്ല. ത്രിപുരയിൽ എന്തായി? BJP വന്നു 1.5 കൊല്ലം കൊണ്ടാണ് ഞങ്ങൾ ത്രിപുര പിടിച്ചത്, വെറും 1.5 കൊല്ലം കൊണ്ട്. അപ്പൊ അതൊന്നും പറയണ്ട. ഈ 290 കോടി രൂപ വയനാടിന് കൊടുത്തിട്ടുണ്ട്. ആദ്യം കൊടുത്തു, പിന്നെ 530 കോടി രൂപ പദ്ധതി നടപ്പിലാക്കിയെങ്കിൽ തിരിച്ചടക്കണമെന്ന വ്യവസ്ഥ. ഫെബ്രുവരി 16 മുതൽ മാർച്ച് 31 വരെയുള്ള 45 ദിവസം, 46-ാം ദിവസം പദ്ധതി പൂർത്തിയാക്കിയില്ലെങ്കിൽ പണം തിരിച്ചടക്കണമെന്നാണ് വ്യവസ്ഥ. അതോ വായ്പ പലിശരഹിതമായ, അല്ലാതെ 1 രൂപയുടെ സഹായവും അതോ 1 രൂപയും അതിനകത്ത് വായ്പയാകാതെ സഹായമില്ല. നമ്മുടെ വിഷയം മാറുന്നു. ദയവായി വിഷയത്തിലേക്ക് വരും സർ. 700 കോടി രൂപ നാട്ടുകാർ സംഭാവന എന്താക്കി? അതൊക്കെ ഗവൺമെന്റ് ചെയ്തോളും. അതെല്ലാം ഗവൺമെന്റ് ചെയ്തോളും. നാട്ടുകാർ കൊടുത്ത സംഭാവനയാണെങ്കിൽ അത് മോണിറ്റർ ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. അവർ വളരെ സുതാര്യമായ കാര്യങ്ങളെല്ലാം തീരുമാനം എടുത്തോളും. അവിടെ സമരം നടക്കുക, ഒരു ചുക്കും ചെയ്യാത്തത് കൊണ്ട് സമരം നടക്കുകയാണ്. അതുപോട്ടെ. അതുകൊണ്ട് അനുഭാവപൂർവ്വം പരിഗണിക്കണം. എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ചിരുന്ന് വരെ പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വരണം. അതാണ് BJP-യുടെ അഭിപ്രായം. ശരി, ശ്രീ ഷാജിർ ഖാൻ, ഇവിടെ ഞാൻ ശ്രീമതി ശാന്തമ്മ സംസാരിച്ചപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മന്ത്രിമാരൊക്കെ വരുമ്പോൾ ഉള്ള പരിപാടികളിൽ പോലും രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന ഒരു വിഭാഗമായി ഇവരെ മാറുകയാണ്. അവരതിനും എന്താണ് അത്തരം പരിപാടികൾക്ക് പോകേണ്ടി വരുന്നു, നിർബന്ധിക്കപ്പെടുന്നു. അങ്ങനെ എല്ലാ തലത്തിലും കഷ്ടപ്പെടുന്ന സേവനം ചെയ്യുന്ന ഒരു വിഭാഗത്തിലാണ് ഇത്ര വലിയ തോതിലുള്ള അവഗണന എന്നുള്ളത് കേൾക്കുമ്പോൾ വലിയ വിഷമമുണ്ട്. അതെ, സകലമാന പണികളും ചെയ്യിപ്പിക്കുകയും അവർക്ക് അർഹമായ കൂലി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. കൂലി ചോദിച്ചാൽ അത് കൊടുക്കാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക, ഈ കുടിശ്ശികയ്ക്ക് വേണ്ടി പോലും 18 ദിവസം സമരം ചെയ്യേണ്ടി വന്നു, തെരുവിൽ കിടക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എത്ര ദയനീയമാണ് നമ്മുടെ നാടിൻ്റെ സാഹചര്യം എന്നത് തെളിയിക്കുകയാണല്ലോ. ഇപ്പോൾ സുനിൽ ഇവിടെ കുറേ കണക്കുകൾ അവതരിപ്പിച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ. അപ്പോൾ അവിടെ വളരെ തുച്ഛമായ വേതനം കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ഇത് മതി എന്ന് സ്ഥാപിക്കാനുള്ള എന്ന ഒരു ആർഗ്യുമെൻ്റ് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നുക അപ്പം നമ്മൾ തന്നെ 7000 ഇപ്പോൾ കേരളത്തിലാണ് ഏറ്റവും അധികം കൊടുക്കുന്നത്, അത് തന്നെ ഒരു വലിയ കാര്യമാണ് എന്ന മട്ടിലാണല്ലോ ഇപ്പോൾ നേതാക്കന്മാരെല്ലാവരും. ഇപ്പോൾ CIT നേതാക്കന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകളിലൊക്കെ പറഞ്ഞ പോയിന്റ് അതാണ്. എന്നാൽ അതേസമയം ഞങ്ങൾ 26,000 ദേശീയ തലത്തിൽ ആവശ്യപ്പെടുന്നത്. CIT-ൻ്റെ നിലപാട് അതാണ് എന്നും പറയും. അപ്പോൾ ഇത് തമ്മിലൊരു വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇവർക്ക് 7,000 അല്ല കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു നിമിഷം വൈകരുത്. 21,000 ആണല്ലോ അവർ 26,000 ചോദിച്ചില്ലല്ലോ. 21,000 ഏറ്റവും മിനിമം ആണല്ലോ ചോദിച്ചത്. 21,000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയും അവരുടെ പെൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുകയും മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ ഈ സമരം ഇന്ന് അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ നാളെ അവസാനിപ്പിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. പക്ഷേ അതിന് പകരം ഈ സമരം അനാവശ്യമാണ് എന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. CIT നേതാക്കൾ വീട് വീടാന്തരം കയറി ആശാപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ ഇന്ന് ഈ സമരസ്ഥലത്ത് വന്ന നിരവധി ആശാപ്രവർത്തകർ അവർ പറഞ്ഞ പരാതി എന്താണ്? അവരുടെ വീടുകളിൽ പോയി ഭീഷണിപ്പെടുത്തുന്നു, ഈ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്നു. ആലപ്പുഴയിൽ
പിന്നെ ഇന്ന് ഇപ്പോൾ ബദൽ സമരം എന്ന് പറയുന്ന സമരം ഓർഗനൈസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആശാപ്രവർത്തകർ ഇന്ന് നടത്തിയ കളക്ടർ മാർച്ചിൽ പങ്കെടുക്കരുത്. അവരുടെ ഓഡിയോ ക്ലിപ്പ് നമ്മൾ കേട്ടല്ലോ. എത്രയോ സ്ഥലങ്ങളിൽ ആ ഓഡിയോ ക്ലിപ്പ് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന പ്രധാനപ്പെട്ട CITU നേതാക്കളാണ്. അപ്പോൾ അവർ സമരത്തിൽ എങ്ങനെ പറയാൻ പറ്റുക? ഇത്രയും വലിയ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വളരെ ന്യായമായ ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമരത്തെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയില്ല, ഈ സമരത്തോടൊപ്പം ചേരുകയല്ലേ CITU ചെയ്യേണ്ടത്? ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന സമരത്തോടൊപ്പം ചേരുകയും ആ സമരത്തെ ശക്തിപ്പെടുത്തുകയും അവരെ ആ സമരത്തിലൂടെ അവർ ഉന്നയിക്കുന്ന യഥാർത്ഥമായ ഡിമാൻഡുകൾ നേടിയെടുക്കുകയും ചെയ്യുക എന്ന സമീപനമല്ലേ യഥാർത്ഥത്തിൽ ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ് CITU എങ്കിൽ ആ നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്? പകരം ഈ സമരത്തെ പൊളിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ സമരത്തിനെതിരെ അധിക്ഷേപ വാക്കുകൾ ചുരിയുക, ഈ സമരത്തിൻ്റെ നേതാക്കൾക്കെതിരായി ഏറ്റവും മോശം പദപ്രയോഗങ്ങൾ നടത്തുക, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർക്കെതിരെ പോലും കേസെടുക്കുക. പക്ഷേ കേസൊക്കെ എടുക്കുന്നത് സ്വാഭാവികമാണ് പിന്നെ എന്ന് പറയുക, അത് ഒരു വിധത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല സുനിലെ. നമുക്കത് സ്വീകാര്യമായി. കാരണം കേരളം പോലൊരു നാട്ടിൽ ഈ നമ്മളെങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്? ഈ പ്രക്ഷോഭങ്ങളുടെ ചരിത്രമുള്ള ധാരാളം തൊഴിലാളി സമരങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ആ പാരമ്പര്യമുള്ള അങ്ങനെ കടന്നു വന്ന ഒരു ഗവൺമെൻറ്റും ഒരു പ്രസ്ഥാനവും അങ്ങനെ പറയുന്നത് ശരിയാണോ? അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് CITU ഇന്ന് എടുത്തിരിക്കുന്ന ആശാ തൊഴിലാളികൾക്കെതിരായിട്ടുള്ള നിലപാട് തിരുത്തണം. ഇല്ലെങ്കിൽ CITU ഇല്ലാതാവും. CITU ഈ മേഖലയിൽ പ്രത്യേകിച്ചും ആശാ വർക്കേഴ്സിൻ്റെ ഇടയിൽ നിന്ന് CITU അപ്രത്യക്ഷമാകും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എനിക്കത് വിഷമമുണ്ട്. പക്ഷേ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതില്ലാതാകും. CPM-നെ സംബന്ധിച്ചും CPM സർക്കാരിനെ സംബന്ധിച്ചും ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത് കേരളത്തിലെ ആകമാനം സമൂഹം ഏറ്റെടുത്തിരിക്കുന്നൊരു പിന്നെ സമരമാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വഴിയെ പോകുന്ന ആളുകൾ, പിന്നെ എല്ലാ വിഭാഗം ആളുകളും, ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പോലും, ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഈ സമരത്തെ പിന്തുണയ്ക്കുകയാണ്. അപ്പോൾ കേരള മനസാക്ഷിയുടെ പ്രതീകമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർ പ്രതിനിധാനം ചെയ്തിട്ടാണ് ഈ തൊഴിലാളികൾ അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമരം കേരളത്തിൻ്റെ സ്വന്തം സമരമാണ്, കേരളത്തിലെ ജനതയുടെ സമരമാണ്. അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ്, ന്യായമല്ല എന്ന് പറയാൻ ഒരു മനുഷ്യനും കഴിയത്തില്ലല്ലോ. ഒരു സിംഗിൾ പേഴ്സൺ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇനി ഞാൻ ചോദിക്കട്ടെ, പക്ഷേ ആ സമരത്തിൽ പങ്കെടുക്കുന്നത് പിന്നെ അരാജകവാദികളാണ് എന്ന് ഈ നേതാവ് പറഞ്ഞല്ലോ. സുനിലെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു അരാജകവാദിയെ അത് കാണിക്കാൻ പറ്റുമോ? ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്ന, സമരത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു അരാജകവാദിയെ ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും നിസ്വരായിട്ടുള്ള ആളുകളാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്, സ്ത്രീകളാണ് പങ്കെടുക്കുന്നത്. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി പല പ്രതിപക്ഷ സംഘടനകളും നേതാക്കളും വരുന്നു, അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, പ്രസംഗിക്കുന്നു, പോകുന്നു. പക്ഷേ സമരത്തിൽ അടിയുറച്ച് നിൽക്കുന്നത്, സമരം നയിക്കുന്നത് അവരുടെ ആശാ വർക്കേഴ്സിന്റെ അസോസിയേഷനാണ്. അതിനകത്ത് ഒരു വിധത്തിലും ഷാജർ ഖാനും ജോസഫ് സി മാത്യു ഒക്കെയാണ് ഈ പറഞ്ഞ അരാജകവാദികളുടെ ഗണത്തിൽ. MP മത്തായി സാർ സാത്വികനായ മനുഷ്യനാണ്, ഗാന്ധിയൻ ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ഗാന്ധിയനായിട്ടുള്ള മനുഷ്യനാണ്. രാഷ്ട്രീയം മസ്തിഷ്കത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു സംഘം ആളുകളാണ്. അതിൽ ചില മാധ്യമങ്ങളുമുണ്ട്. അത് പറയുന്നത് ഞങ്ങൾക്കൊരു മടിയുമില്ല. 6-7 തീയതികൾ ഈ ഡയറക്ടറേറ്റിന് മുന്നിൽ രാത്രിയും പകലുമായി ഈ സ്ത്രീകൾ ഇരുന്നപ്പോൾ ഒരു TV ചാനൽ അതുവഴി പോയില്ലല്ലോ. ഒരു സ്ക്രോളിംഗ് വാർത്ത നിങ്ങളാരും കൊടുത്തില്ലല്ലോ. എന്തേ? അവർ പിടിച്ച കൊടിയുടെ നിറം ചുമപ്പായതുകൊണ്ടും അതിൽ CITU എന്ന് എഴുതിയത് കൊണ്ടും അവർ CITU നേതൃത്വം കൊടുത്ത സമരമായതുകൊണ്ടും അല്ലേ? അല്ല, പക്ഷെ അന്ന് ആ 6-7 നടത്തിയ സമരത്തിൽ നിങ്ങളുടെ ഡിമാൻഡ് എന്തായിരുന്നു? വളരെ കൃത്യമായി പറഞ്ഞു. ആശാ വർക്കർമാരായ ആളുകളെ തൊഴിലാളികളായി അംഗീകരിക്കുക, അവരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞില്ല. എല്ലാം പറഞ്ഞു. എല്ലാം 21,000 രൂപ ആക്കണമെന്ന് പറഞ്ഞോ? ഇല്ല, വർദ്ധിപ്പിക്കണമെന്ന് ഡിമാൻഡുണ്ടായിരുന്നു. ഇല്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന 80% സമരങ്ങളും CITU സമരങ്ങളാണെന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. ഒരുപക്ഷെ അത്തരം ഒരു സമരമാണെന്ന് വിചാരിച്ചാണ് മാധ്യമങ്ങൾ വന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന ഭൂരിഭാഗം സമരങ്ങൾക്കും കൊടി പിടിക്കുന്നത് CITU ആണെന്നാണല്ലോ താങ്കൾ ആദ്യം പറഞ്ഞത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്താ നിർത്തിയിട്ട് പോയത്? 7-ാം തീയതി ബജറ്റിൽ 1 രൂപ പോലും അനുവദിച്ചില്ലല്ലോ. പക്ഷെ നിങ്ങൾ സമരം നിർത്തി പോയത് അനുവദിക്കലല്ല, ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച വിഷയങ്ങൾ ഗവൺമെന്റ് ചർച്ച നടത്തുകയും ക്രിയാത്മകമായി ഓരോ വിഷയത്തിന്മേൽ കൃത്യമായി തീരുമാനമെടുക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഉപാധിരഹിതമായ ഓണറേറിയം നൽകുക എന്നതിൽ അവർ 10 വിഷയങ്ങൾ അതിൽ 5 പൂർത്തിയാക്കിയാൽ ഉടൻ നടപ്പിലാക്കാമെന്നും ഉപാധിരഹിതമായ ഓണറേറിയം സംബന്ധിച്ച് പഠിക്കാൻ ഒരു 2 ആഴ്ച കാലത്തെ കാലാവധി വെച്ചുകൊണ്ട് ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതിൽ രണ്ടാമത്തെ ശൈലി സർവ സംബന്ധിച്ച് കമ്മീഷനെ വെക്കുകയും കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെന്റ് മുന്നിൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ലായിരുന്നല്ലോ. പ്രശ്നങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതൊന്നും അല്ല ചെയ്യേണ്ടിയിരുന്നത്. യഥാർത്ഥത്തിൽ അവിടെ വെച്ച് തന്നെ ഇപ്പോൾ ഈ
ഇത് കൊടുക്കാൻ തീരുമാനിക്കാമായിരുന്നു. അത് ചെയ്തില്ല. അതൊന്നും അപ്പോൾ ഒരു നടപടി ഉണ്ടായില്ല. എന്തെങ്കിലും സമരം നിർത്തിപ്പോയെന്താ? അങ്ങനെയാണെങ്കിൽ 7-ാം തീയതി തന്നെ ബജറ്റ് വന്നതിന് ശേഷം പിറ്റേ ദിവസം സമരം ചെയ്തില്ലല്ലോ, അവസാനിപ്പിച്ച് പോയല്ലോ. അപ്പോൾ പിന്നെ തൊഴിലാളികളെ സംബന്ധിച്ച് വേറെ മാർഗ്ഗമില്ല, അവർക്ക് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് പോകാതെ നിർവാഹമില്ല. അതുകൊണ്ടാണ് അവർ സമയം അവസാനിച്ചു. സുനിൽകുമാർ, നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ ശാന്തമ്മ ഈ ചർച്ചയുടെ ഭാഗമായി, ശ്രീ ഷാജർ ഖാൻ ജനകീയ പ്രതിരോധ സമിതി, ഒപ്പം ശ്രീ പത്മനാഭൻ VP ശ്രീ പത്മനാഭൻ BJPയുടെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുത്തു. നന്ദി എല്ലാവർക്കും. നാളെ മറ്റൊരു വിഷയമായി എത്താം. നമസ്കാരം.